പ്രസിഡന്റ് ഇലക്ട് അമേരിക്കയുടെ ഡൊണാൾഡ് ട്രംപ്, അതായത് ജാനുവരി 20 അമേരിക്കൻ പ്രസിഡന്റായിട്ട് ചാർജ് എടുക്കാൻ പോവുകയാണ്. ഏറ്റവും ശക്തമായ താക്കീതാണ് മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങൾക്ക്, പ്രത്യേകിച്ച് ഖത്തറിന് കൊടുത്തിരിക്കുന്നത്. അപ്പം അമേരിക്കൻ ചാനൽ ഇത് പറയുന്നത് കണ്ടീഷണൽ വാണിംഗ് അല്ല, അൺകണ്ടീഷണൽ വാണിംഗ്. അപ്പം കണ്ടീഷണൽ വാണിങ്ങിൻ്റെ വ്യത്യാസം എന്തുവാ? മേ ടേക്ക് ആക്ഷൻ, മേ നോട്ട് ടേക്ക് ആക്ഷൻ. അതായത് അൺകണ്ടീഷണൽ വാണിംഗ് എന്ന് പറയുന്നത് ഐ വിൽ ഫക്ക് യു, അതായത് നീ ഇത് ചെയ്തിരിക്കണം. ഇതാണ് സിമ്പിളായിട്ട് പറയുമ്പോൾ. എന്താണ് വാൺ ചെയ്തിരിക്കുന്നത്? അതായത് 20 ഇസ്രായേലി അമേരിക്കൻ ഹോസ്റ്റേജസ്, അതായത് ഹമാസ് പിടിച്ചു പോയവരെ 20 മുമ്പ് റിലീസ് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ് വൻ വില കൊടുക്കേണ്ടി വരും. ഇത് പ്രിസൈസ്ലി പറഞ്ഞിരിക്കുന്നത് ഖത്തറിനാണ് താക്കീത് കൊടുത്തിരിക്കുന്നത്. അപ്പം ഏത് രീതിയിലായിരിക്കും ഈ 20 ഇത് സംഭവം നടന്നില്ല എങ്കിൽ എന്താണ് പ്രത്യാഘാതം ഉണ്ടാകുന്നത്? കാരണം അമേരിക്കൻ മീഡിയയിലും ഗ്ലോബൽ മീഡിയയിലും ഇതൊരു വലിയ വാർത്തയായി മാറി. കാരണം ട്രംപ് പറഞ്ഞു, ഞാൻ വാറിനൊന്നും പോകുന്നില്ല, പീസായിരിക്കും പ്രശ്നം എൻ്റെ സംഭവം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, അമേരിക്കയുടെ 51ാമത്തെ സ്റ്റേറ്റാണ് ഇസ്രായേൽ. അമേരിക്കൻ ബിസിനസ് കമ്മ്യൂണിറ്റി ഏറ്റവും കൂടുതൽ അമേരിക്കൻ ജൂയിഷാണ്. അപ്പം ഏറ്റവും കൂടുതൽ റിപ്പബ്ലിക്കിന് ഫണ്ട് കൊടുത്തേക്കുന്നതും അവരെ പിന്താങ്ങുന്ന ഈ ജൂയിഷ് കമ്മ്യൂണിറ്റിയാണ്. അപ്പം ഇതെല്ലാം കൂടെ ക്ലബ് ചെയ്ത് നോക്കിയിട്ടാണ് പ്രസിഡന്റ് ഇലക്റ്റ് ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് മിഡിൽ ഈസ്റ്റിനും ഇസ്രായേലിനും അതേപോലെയുള്ള മിഡിൽ ഈസ്റ്റ് ഇഷ്യൂവിനും ഒക്കെ ഇസ്രായേലുമായിട്ട് ഏറ്റവും ബന്ധമുള്ളവരെയാണ് അവിടെ അപ്പോയിൻമെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ നേരത്തെ പല വീഡിയോയിൽ പറഞ്ഞു എന്തുകൊണ്ടാണ് അവരെ ചെയ്തിരിക്കുന്നത്. കാരണം ആ രീതിയിലാണ് പോകേണ്ടത്. നേരത്തെ ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ ഹമാസിൻ്റെ ഇഷ്യൂവും ഗാസ ഇഷ്യൂയിലെ കണ്ടീഷണൽ സപ്പോർട്ടാണ് ഇസ്രായേലിന് ചെയ്തത്. പിന്നീട് അത് അമേരിക്കയിൽ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞപ്പോൾ ബൈഡൻ ആ സ്റ്റേറ്റ്മെൻറ്റ് മാറ്റി, കമല ഹാരിസ് ആ സ്റ്റേറ്റ്മെൻറ്റ് മാറ്റി, എന്നിട്ട് പറഞ്ഞു അയൺ ക്ലാഡ്, ഇരുമ്പ് ബന്ധമാണ്, ഇരുമ്പ് പോലെയുള്ള ബന്ധമാണ് അമേരിക്കയും ഇസ്രായേലും തമ്മിൽ. കാരണം അമേരിക്കയിൽ അത് ഇഷ്യൂ ആയി. കാരണം ഇവർക്കൊക്കെ ഫണ്ട് ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ ഈ ആൾക്കാരാണ്. കാരണം ഒരു കാരണവശാൽ അമേരിക്കയ്ക്ക് ഇസ്രായേലിനെ മാറ്റി നിർത്തി മുന്നോട്ട് പോകാൻ ഐദർ ഡെമോക്രാറ്റ് ആണെങ്കിലും റിപ്പബ്ലിക്കൻ ആണെങ്കിലും പറ്റില്ല. അതതിൻ്റെ കാരണം. അപ്പം എന്തുകൊണ്ടാണ് ഇത് മിഡിൽ ഈസ്റ്റ് എന്ന് പറഞ്ഞേക്കുന്നത്? അതിൻ്റെ അകത്ത് പ്രധാനമായിട്ടും ചില പത്രങ്ങൾ കോട്ട് ചെയ്യുന്നു ഖത്തറിനെയാണ് ഇത് താക്കീത് കൊടുത്തിരിക്കുന്നത്. എന്താണ് ഖത്തറിന് താക്കീത്? ഇപ്പം ഖത്തറാണ് ഇത് ബേസിക്കലി ഈ ഹമാസുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്ത് ബ്രോക്കർ എന്ന് പറയുന്ന സംഭവം. അതിനുവേണ്ടി അവരുടെ ഹമാസിൻ്റെ ലീഡേഴ്സിനെ ഇവിടെ താമസിപ്പിച്ചു, അവർക്ക് സാമ്പത്തിക സഹായം കൊടുത്തു, പൊളിറ്റിക്കൽ അഭയം കൊടുത്തു. അപ്പം അവരാണ് മേജറായിട്ടുള്ള ചീഫ് നെഗോഷിയേറ്റേഴ്സ്. അപ്പം അതിനിടയ്ക്ക് ഖത്തർ അതിൻ്റെ അകത്ത് പിന്മാറുന്നു. ട്രംപ് വന്ന സമയത്ത് പെട്ടെന്ന്, അപ്പോൾ ആ സമയത്ത് എലോൺ മസ്ക് ഇറാനിയൻ UN അംബാസിഡറുമായിട്ട് ന്യൂയോർക്കിൽ വെച്ച് ഒരു ബ്രീഫ് മീറ്റിംഗ് 1 hour കാണുന്നു. ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അവസാനം കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു ഇതൊന്നും അല്ല. അവസാനം ട്രംപ് ഡയറക്റ്റായിട്ട് കയറി ഇടപെടും. അപ്പം എന്തായിരിക്കും ഈ ജാനുവരി 20 അകത്ത് ഈ സംഭവം നടന്നില്ലെങ്കിൽ ഫർദർ ഖത്തറിനെതിരെ ഏത് രീതിയിലുള്ള സംഭവങ്ങളായിരിക്കും അമേരിക്കൻ അഡ്മിനിസ്ട്രേഷൻ, അതായത് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ എടുക്കാൻ പോകുന്നത്? കാരണം ഇത് പറയാനുണ്ടായ കാരണം വളരെയധികം മലയാളികളും ഇന്ത്യക്കാരും ഈ ഖത്തർ എന്ന് പറയുന്ന ചെറിയ രാജ്യം, പൂനെയുടെ അത്രയേ ഉള്ളൂ, അവിടെ ജോലി ചെയ്യുന്നുണ്ട്. ഭയങ്കര റിച്ച് ആയിട്ടുള്ള രാജ്യമാണ്. ലോകത്തുള്ള എല്ലാ ടെറർ ഗ്രൂപ്പുകളും അവരോട് അവിടെ താമസിക്കാൻ അവർക്ക് അഭയം കൊടുക്കും. കാരണം അമേരിക്കയ്ക്ക് വേണ്ടി നെഗോഷിയേറ്റ് ചെയ്യാൻ. ഇതാണ് അതിൻ്റെ ഉദ്ദേശം. അതിൻ്റെ പേരിലാണ് ഖത്തർ സ്വന്തം ചെലവിൽ അവർ സ്പെൻഡ് ചെയ്തിട്ട് എല്ലാ വർഷവും അമേരിക്കയ്ക്ക് ഖത്തർ പണം കൊടുക്കുന്നുണ്ട് ആ ബേസ് റൺ ചെയ്യാൻ. അല്ലാതെ കേരളത്തിലെ സുഡാപ്പികൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല. ഖത്തറിന് അത്ര വേടിയാണ്. അപ്പം ഇനി ഖത്തർ ഫർദർ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആക്ഷൻ എടുത്തില്ലെങ്കിൽ, കാരണം ഖത്തർ ഇപ്പം രണ്ടും കൽപ്പിച്ചിറങ്ങിയിട്ട് ഹോസ്റ്റേജസിനെ റിലീസ് ചെയ്യുന്ന അവൻ്റെ മാത്രം സംഭവമായി മാറി, ഇസ്രായേലിനേക്കാളും അമേരിക്കയെക്കാളും. എങ്ങനെ ആയിരിക്കും അമേരിക്ക പിന്നീട് റിയാക്ട് ചെയ്യാൻ പോകുന്നത്? ഒന്നാമത് ഗ്രാജുവലായിട്ട് ഖത്തറിലുള്ള അമേരിക്കൻ ബേസ് അവിടെ നിന്ന് വിഡ്രോ ചെയ്യും. UAE ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്
അവർ അമേരിക്കൻ ബേസിനെ ഫെസിലിറ്റേറ്റ് ചെയ്യാൻ അബുദാബി തയ്യാറാണ്. അതിന് സ്ഥലം കൊടുക്കാനും പണം കൊടുക്കാനും അത് എസ്റ്റാബ്ലിഷ് ചെയ്യാനും മുന്നോട്ട് പോകാനും അബുദാബി, അതായത് UAE ഗവൺമെൻറ്റിന് താല്പര്യമുണ്ട് പൂർണ്ണമായിട്ട്. അവരുടെ പുറകെ നടക്കുക. ഇത് ചിലപ്പം UAE ഇതങ്ങ് ഷിഫ്റ്റ് ചെയ്യും, അമേരിക്കൻ ബേസ്. പിന്നീടുണ്ടാകാൻ പോകുന്ന രണ്ടാമത്തെ നടപടി എന്ന് പറയുന്നത് ഈ ഖത്തർ പാസ്പോർട്ട് ഹോൾഡേഴ്സിന്, അതായത് ഈ അമേരിക്കയിലാണെങ്കിലും അതേപോലെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങൾ, ഷെങ്കൻ രാജ്യങ്ങളിലാണെങ്കിൽ അറൈവൽ ഓൺ വിസയാണ് അവർക്ക് കൊടുത്തിരിക്കുന്നത്. കാരണം അമേരിക്കൻ ബേസ് അവിടെ ഉണ്ട്, വലിയ സാമ്പത്തികമുള്ള രാജ്യമാണ്. ഈ സംഭവം എടുത്ത് മാറ്റിയിട്ട് ഖത്തർ സിറ്റിസൺ, അതായത് ഖത്തർ അവരുടെ ഈ സംഭവം എടുത്ത് ബാൻ ചെയ്ത് കളയുക, സാങ്ഷൻ ഇമ്പോസ് ചെയ്ത് കളയുക. അവർക്ക് അമേരിക്കയിൽ വരാൻ പറ്റത്തില്ല, അവർക്ക് വിസ എടുക്കുക അതും പറ്റില്ല. ആ ഖത്തർ സിറ്റീസണ് അമേരിക്കയിലോ അമേരിക്കയുടെ അലയൻസ് ആയിട്ടുള്ള മറ്റുള്ള പാർട്ട്നേഴ്സ് ഉണ്ട്, ഇപ്പോൾ കാനഡ, അതേപോലെ തന്നെ ചില യൂറോപ്യൻ രാജ്യങ്ങൾ, നാറ്റോ രാജ്യങ്ങൾ, അവർ അമേരിക്കയെ എന്ത് ഫോളോ ചെയ്യുന്നു ഈ രാജ്യങ്ങളും അതേപോലെ ഫോളോ ചെയ്യും. അതായത് ഖത്തർ നാഷണൽസിന് ഖത്തർ വിട്ട് ഈ മറ്റുള്ള GCC രാജ്യങ്ങളിൽ പോകാൻ ഈ പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്ക ഉൾപ്പെടെ രാജ്യങ്ങളും നോർത്ത് അമേരിക്കൻ രാജ്യങ്ങളിലും പോകുന്ന കാര്യം ബ്ലാങ്കറ്റായിട്ട് അങ്ങ് ബാൻ ചെയ്യും. മൂന്നാമത് നിങ്ങൾക്കറിയാവുന്ന വസ്തുതയാണ്, ഖത്തർ ഭയങ്കര ഗ്യാസ് റിച്ച് നേഷനാണ്. ഇവരുടെ അസറ്റുകളുണ്ട്. അതായത് അമേരിക്കയിലാണെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങൾ അമേരിക്കൻ ബാങ്കുമായിട്ടാണ് ഇവർ അസറ്റുകൾ മുഴുവനും, അവിടെ ഏകദേശം ബില്യൺസ് ആണ്, ഏകദേശം 300 ബില്യന് മുകളിലാണ് ഖത്തറിൻ്റെ അസറ്റുകൾ. അത് അമേരിക്കയിലും പല യൂറോപ്യൻ രാജ്യങ്ങളിലും അവർ നിക്ഷേപിച്ചിരിക്കുന്നത്. അത് കയറി അങ്ങ് ഫ്രീസ് ചെയ്യും. അപ്പം ഇത് മനസ്സിലാക്കാൻ വേണ്ടി എന്താണ് ഫർദർ ഉണ്ടാകുന്ന 20-ാം തീയതി കഴിഞ്ഞ ശേഷം അത് കയറി അങ്ങ് ഈ സംഭവം കയറി അങ്ങ് സാങ്ഷനിൽ കൊണ്ട് അതങ്ങ് ഫ്രീസ് ചെയ്ത് കളയും. പിന്നെ സാമ്പത്തികമായിട്ട് ഖത്തറിൻ്റെ അവരുടെ കറൻസി എന്ന് പറയുന്ന സാധനം പോലും ഖത്തറിനകത്ത് മാത്രമെന്നല്ല, ആ സാധനത്തിൻ്റെ വാല്യൂ അങ്ങ് ഇടിയും. പിന്നീടുണ്ടാകാൻ പോകുന്നത്, ഇപ്പോൾ നിങ്ങൾക്കറിയാം, ലോകത്തിലെ തന്നെ അറിയപ്പെടുന്ന എയർലൈൻസാണ് ഖറ്റാർ എയർവേസ്. ഇവർ ഫ്ലൈ ചെയ്യുന്ന അമേരിക്കൻ, അതായത് നോർത്ത് അമേരിക്കൻ, യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇതിനെ ബാൻ ചെയ്യും. അവരുടെ എയറിൽ കൂടെയോ അവരുടെ ആകാശ പരിധിയിൽ കൂടെയോ ഈ ഖത്തർ എയർവേസിൻ്റെ ഫ്ലൈറ്റുകൾ അവിടെ വരാൻ പാടില്ല. ഇതാണ് പിന്നെ ഉണ്ടാകുന്നത്. മനസ്സിലാക്കുക, കേരളത്തിലെ സൂഡാപ്പികൾ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല സംഭവം. ഇത് നിങ്ങൾ ഉദ്ദേശിക്കുന്നതിന് അപ്പുറത്തോട്ടാണ് ഈ കാര്യങ്ങൾ പോകുന്നത്. ഇത് സാധാരണ ഒരാൾക്ക് മനസ്സിലാകുന്ന സംഭവമാണ്. അമേരിക്ക ഒരു രാജ്യത്തിൻ്റെ മേളിൽ സാങ്ഷൻ, ഖത്തർ എന്ന് പറയുന്ന ആ ചെറിയ രാജ്യത്തിൻ്റെ മേളിൽ സാങ്ഷൻ ഇമ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഫ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. ഇത് ചെയ്ത് കഴിയുമ്പോൾ സൗദി, UAE അതിൻ്റെ അവരും കയറി ഈ സാങ്ഷൻ അങ്ങ് ഇമ്പോസ് ചെയ്യും. പിന്നെ ഇട്ടാവട്ടത്തിനകത്ത് ഇവർക്ക് ആഹാരം പോലും, കാരണം ഒന്നുകൂടെ ഉണ്ടാക്കുന്നില്ല, പുറത്തുനിന്ന് വരണം. ഇവിടുന്നും പാലും കുടിവെള്ളവും ഒക്കെ പലതും ഇവിടുന്ന് പല രാജ്യങ്ങളിൽ നിന്നാണ് വരുന്നത്. ഇത് ചിലപ്പോൾ ഇറാൻ സഹായിച്ചേക്കും, മറ്റുള്ള രാജ്യങ്ങൾക്ക് സഹായിക്കാൻ പറ്റത്തില്ല. കാരണം അമേരിക്കയാണ് സാങ്ഷൻ ഇമ്പോസ് ചെയ്തിരിക്കുന്നത്. കാരണം സാമ്പത്തികമായിട്ട് തകർന്നു പോകും, ആഹാരം കഴിക്കാനുള്ള സാധനങ്ങളില്ലാതാകും, അവൻ്റെ എയർലൈൻ ബാൻ ചെയ്ത് കളയും. മനസ്സിലാക്കുക, ഓരോന്നങ്ങോട്ട് പോകുമ്പോൾ ഇത് ഖത്തർ നേരിട്ട് കാണും. കാരണം മനസ്സിലായി, ട്രംപാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം അതാണ് ഞാൻ പറയുന്നത്, അൺകണ്ടീഷണൽ വാർണിംഗ് ആണ് ട്രംപ് കൊടുത്തിരിക്കുന്നത്. കാരണം ഇത് വെച്ച് ഇനി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. മത തീവ്രവാദവും അതേപോലെ ഭീകരപ്രവർത്തനവും ഖത്തർ പിന്തുണയ്ക്കാൻ പറ്റില്ല. കാരണം ട്രംപ് എന്ന് പറയുന്നയാൾ, റിപ്പബ്ലിക്കൻ എന്ന് പറയുന്ന പാർട്ടി, അവരുടെ ഒരു പോളിസിയുടെ നയമാണ് ഒരു കാരണവശാലും ഭീകരപ്രവർത്തനവും ഭീകരമതം ഈ സംഭവത്തെ ഒരു കാരണവശാലും അവർ തുറന്നു വിടത്തില്ല, അതിനെ കൺട്രോൾ ചെയ്യും. നേരിട്ടാണ് ഖത്തറിന്, പിന്നെ ഖത്തറിനും താക്കീത് കൊടുത്തിട്ടുണ്ട്, ഇറാനും താക്കീത് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്തൊക്കെ UAEക്ക് സൗദി അറേബ്യക്ക് റോളൊന്നുമില്ല. കാരണം അവരിത് പൂർണ്ണമായിട്ട് ഈ ഇഷ്യൂ നിങ്ങൾ മാറി നിന്നു. ഇവരും വളരെ ഇനിഷ്യേറ്റീവായിട്ട് ആ രാജ്യവും അതിൻ്റെ അവിടുത്തെ കിങ്ങും അവിടുത്തെ അൽ ജസീറ എന്ന് പറയുന്ന വൺ ഓഫ് ദ ഗ്ലോബൽ സുഡാപ്പി ചാനലും എല്ലാം കൂടെ ചെയ്ത് വെച്ച എൻ്റെ ഭവിഷ്യത്ത്, ഇത് ഞാൻ നേരത്തെ പ്രെഡിക്റ്റ് ചെയ്തത് ഉണ്ടാകാൻ പോവുകയാണ്. നിങ്ങൾക്ക് നേരത്തെ ഉള്ള വീഡിയോ കാണാൻ സാധിക്കും. ഏത് രീതിയിലായിരിക്കും ട്രംപ് ഇതിനെ ഹാൻഡിൽ ചെയ്യുന്നത്. ഒരിക്കലും ബൈഡനും കമല ഹാരിസും ഡെമോക്രാറ്റ്സിൻ്റെ രീതിയേ ആയിരിക്കില്ല ഫർദറായിട്ട് അങ്ങോട്ട് പോകാൻ പോകുന്നത്.
അതുകൊണ്ട് തന്നെയാണ് ട്രംപ് കൃത്യമായിട്ട് പറയുന്നത് മിഡിൽ ഈസ്റ്റ് ഇതിന് വലിയ വില കൊടുക്കേണ്ടി വരും. ഇതാണ് ആ വാണിംഗ്. ഇപ്പം ഇങ്ങനെയുള്ള സാങ്ഷനും സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ മലയാളികളായ പല ആൾക്കാരോട് വർക്ക് ചെയ്യുന്നുണ്ട്, സുഹൃത്തുക്കളുണ്ട്. ഇതൊക്കെ നിങ്ങൾ കണ്ടോണം, ആൻറ്റിസിപ്പേറ്റ് ചെയ്തോണം ഫർദർ എങ്ങനെയാണ് ഉണ്ടാകുന്നത്. കാരണം ഇവിടെ ഒന്നും ഖത്തർ പിടികൊടുക്കാൻ പോകുന്നില്ല. അവനിപ്പോൾ സറണ്ടർ ചെയ്യും, നേരിട്ട് പോയി സറണ്ടർ ചെയ്ത്. കാരണം അമേരിക്കയെക്കാൾ ഇസ്രായേലിനേക്കാൾ ഇപ്പോൾ അവൻ്റെ താല്പര്യം എങ്ങനെയെങ്കിലും ഇത് വിട്ടുകൊടുത്തില്ലെങ്കിൽ അവൻ്റെ തലയിൽ ഇതെല്ലാം കയറും, ആ രാജ്യം തന്നെ ഇല്ലാതാകും. ഈ രാജ്യത്തിന് അമേരിക്ക ബേസ് അവിടെ മാറ്റിക്കഴിഞ്ഞാൽ അവിടെ ചെറിയ രാജ്യമായ ബഹ്റിൻ വരെ കയറി അടിക്കും. കാരണം അവരിങ്ങനെ നോക്കിയിരിക്കുക. അവിടെയുള്ള ഇതാണ് അറേബ്യൻ രാജ്യങ്ങളുടെ പ്രശ്നം. അവിടെ അമേരിക്കൻ ബേസ് ഉള്ളത് കൊണ്ട് മാത്രമാണ് മറ്റുള്ള രാജ്യങ്ങൾ അവിടെ കയറാത്തത്. ഇതങ്ങോട്ട് മാറിക്കഴിയുമ്പോൾ ഇവനും കയറി അടിക്കും. ഈ പറയുന്ന ഖത്തർ അമീർ എന്ന് പറയുന്ന ആൾ പിന്നെ എത്ര ദിവസം ജീവിച്ചിരിക്കും? കാരണം അതാണ് അവരുടെ ട്രഡീഷൻ എന്ന് പറയുന്നത്. പിടിച്ചെടുക്കുക, രാജാവാവുക, ഡിക്റ്റേറ്റർ, അഴിമതി. മനസ്സിലാക്കുക, ഒരു ഗ്ലോബലായിട്ടൊരു ഗ്ലോബൽ ഓർഡർ ഉണ്ട്, വേൾഡ് ഓർഡർ ഉണ്ട്. അതിനെയെല്ലാം തെറ്റിദ്ധരിച്ച് മോശമായ രീതിയിൽ കൊണ്ടുപോകാൻ ഖത്തർ ശ്രമിച്ചു. അതിന് ഖത്തർ കൊടുക്കാൻ പോകുന്ന വില ഉറപ്പായിട്ട് അത് ഇന്ത്യക്കാരെയും മലയാളികളെ ശരിക്കും എഫക്റ്റ് ചെയ്യാൻ പോവുകയാണ്. കാരണം ഇതേപോലെ ബാൻ വന്നു കഴിഞ്ഞാൽ ആലോചിച്ച് നോക്ക്, ഖത്തറിൻ്റെ അസറ്റുകൾ ബാൻ ചെയ്യുന്നു, ഖത്താർ എയർവേസ് ഫ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല, അവിടുന്ന് മറ്റുള്ള ചെറിയ രാജ്യങ്ങൾ കയറി ഖത്തറിനെ മൂപ്പിക്കാൻ പോവും, അവൻ്റെ കംപ്ലീറ്റ് അസറ്റ് എടുത്ത് പിന്നെ മറ്റുള്ള സാങ്ഷൻ കയറി വരും. ഇതോടെ ആ രാജ്യത്തിൻ്റെ സ്ഥിതി ആലോചിച്ച് നോക്കി എവിടെ ചെന്ന് നിൽക്കും. ഇത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. കാരണം അഹങ്കാരം കൊണ്ടങ്ങ് തിളച്ചും മറിയുക പണത്തിൻ്റെ പേരിൽ കയറി. അതാണ് അമേരിക്ക എന്ന് പറയുന്ന സൂപ്പർ രാജ്യമാണ്. അതായത് അവൻ ബിഗ് ബ്രദർ തന്നെയാണ്, ലോക പോലീസാണ്. അവൻ കയറി പിടിച്ചു കഴിഞ്ഞാൽ അതോടെ ഖത്തർ തീർന്നു പോകും. ആ രാജ്യം യമൻ പോലെയായി മാറും. ഞാൻ വെറുതെ പറയുന്നതല്ല. കാരണം ആ രീതിയിലുള്ള കാരണം എത്ര നിങ്ങൾ മനസ്സിലാക്കേണ്ട, സിറിയയിലൊക്കെ ഇതിനേക്കാളും ഓയിൽ അസറ്റും ഒക്കെയുള്ള രാജ്യമാണ്. ലെബനൻ ആണെങ്കിൽ ഈ രാജ്യത്തൊക്കെ അവിടെ പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റിയാണ്, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം ഇത് യമനിൽ ഈ ഖത്തറിലത് ഉണ്ടായി കഴിഞ്ഞാൽ ആലോചിച്ച് നോക്കി എവിടെ ചെന്ന് നിൽക്കും. ഇത് ഞാൻ ഒരു വാൺ ചെയ്യുകയാണ് പല മലയാളികൾക്കും, നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറയുകയാണ്. 20-നുള്ളിൽ ഈ സംഭവം റിലീസായില്ല എങ്കിൽ, ഹോസ്റ്റേജസിനെ വിട്ടുകൊടുത്തില്ല എങ്കിൽ ഏറ്റവും കൂടുതൽ വില കൊടുക്കേണ്ടി വരുന്നത് ഖത്തറായിരിക്കും.